ഇന്ന് അടിച്ചതിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ വീട്ടിൽ ഞാനെങ്ങനെ പോവും? ഓട്ടോയും കിട്ടുന്നില്ലല്ലോ, കൂട്ടുകാരും ഇല്ല. നേഹ എന്ന പെൺകുട്ടി സ്കൂൾ പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് സ്വന്തം ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് എത്തിയിരുന്നു. ഒരു പാർട്ടി കഴിഞ്ഞ് അവളുടെ സുഹൃത്ത് കിഷോർ അവളെ വീട്ടിൽ വിടാൻ വന്നിരുന്നു. എന്നിട്ടവൻ മടങ്ങുകയും ചെയ്തു. ഇതെല്ലാം ഒരാൾ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ആരായിരുന്നു ആ വ്യക്തി? അയാൾ നേഹയോട് എന്തായിരിക്കും ചെയ്തിരിക്കുക? മറുവശത്ത് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു യുവാവ് തന്റെ സുഹൃത്തുക്കളോടൊപ്പം മദ്യം കഴിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആരോ തന്നെ പിന്തുടരുന്നതായി അയാൾക്കപ്പോൾ തോന്നി. ചുറ്റും നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അധികം വൈകാതെ ആരോ അയാളെ കത്തികൊണ്ട് ആക്രമിച്ചു. ഉടൻ തന്നെ അയാൾ മരിക്കുകയും ചെയ്തു. പിന്നീട് മൃതദേഹത്തിന്റെ മുഖം കത്തിച്ചു കളഞ്ഞു. തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പിന്നീട് അടുത്ത ദിവസം സാർ, ഇവിടെ കാലത്തൊരു ശവം കണ്ടുകിട്ടി. ബോഡി ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വലിയ പാടായിരുന്നു. സാറ് മുഖം വല്ലാണ്ട് കത്തിച്ച് വിരൂപമാക്കിയിരിക്കുകയായിരുന്നു. പിന്നെ കഴുത്തിലും മുഖത്തും നന്നായി ആക്രമിച്ചിട്ടുണ്ട്. ബോഡി എവിടെ? സാർ, നമ്മൾ ബോഡി PM-ന് വേണ്ടി അയച്ചിട്ടുണ്ട്. സാർ, താങ്കളെ ഇൻഫോം ചെയ്തിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇവിടെ നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റാൻ കുറച്ച് പാടായിരുന്നു. മർഡറിന് സമയം എന്തായിരുന്നു? സാർ, എക്സാക്ട് ടൈം അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ രാത്രിയിലായിരിക്കും നടന്നേ. അടുത്തുള്ള ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ? ഇല്ല സാർ, സാർ രാത്രിയിൽ ആരും ഒന്നും ഈ ഇടപെടിയിൽ വരാറില്ല. കാരണം കളവും മോഷണവും ഒക്കെ ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ട് നേരത്തെ. സാറേ, പക്ഷേ ഒരു മനുഷ്യൻ ഈ ഇടവഴിയിൽ വെച്ച് ഒരു കള്ളുകൂടിയും പോകുന്നതായിട്ട് കണ്ടുവരും. പക്ഷേ അയാളായിരിക്കും മരിച്ചത്. വേറെ എന്തെങ്കിലും തെളിവുകൾ? ഇല്ല സാർ. വെള്ളം അടിച്ച് കത്തിയുടെ പുറത്ത് വീണാലും അത് കുത്തിക്കയറില്ലല്ലോ. എന്നിട്ട് സ്വയം മോഹം കത്തിക്കുകയില്ല. ഇത് വേറെ ആരെങ്കിലും തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളൊന്ന് ചെയ്യ്. അടുത്തുള്ള ആൾക്കാരോട് പോയി ചോദിക്കേ, ആരെങ്കിലും കണ്ടോന്ന്. ശരി സാർ. മുഷ്താഖ്, നീ എന്നെ ഒറ്റയ്ക്കാക്കി പോവില്ലല്ലോ അല്ലേ? ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. നേഹ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ ഒരു കാലത്തും വിടില്ല. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് എനിക്ക് വല്ലാത്തൊരു പേടി. എന്തു പറ്റി? എന്താ പ്രശ്നം? പറ എന്നോട്. പിന്നെ ഈ പരിക്കെങ്ങനെ പറ്റിയേ? ഇതൊന്നുമില്ല, ഞാൻ തന്നെ അറിയാതെ ചൊറിഞ്ഞപ്പോ പറ്റിയതാ. നീ എന്നോടെന്തോ ഒളിക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയുന്നത് സത്യമാ. അതൊക്കെ വിട്. ആ കിഷോർ എവിടെയാ പോയേ? അവൻ ഏതോ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കുക. നിനക്ക് കിഷോറിന്റെ കാര്യം അറിയാനാണോ ആഗ്രഹം? ഇവിടെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിനക്കാണോ ഒന്നും തോന്നുന്നില്ല. എന്നെ പറ്റി ഒരു ചിന്തയില്ലേ? നീ എന്തൊക്കെയായി പറയുന്ന മുഷ്താഖ്? ഞാൻ നിന്നോട് വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. കിഷോർ നിന്റെ ഫ്രണ്ടല്ലേ, അതുകൊണ്ടാ. അത് തന്നെ. കിഷോർ എന്റെ ഫ്രണ്ട് മാത്രമാ. അവിടെ നിന്ന് അകന്ന് നിന്നാ കൊള്ളാം. നിനക്കിതെന്താ പറ്റിയേ? ഈ ഇടയായിട്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളാ പറയുന്നത്. ശരി, അതൊക്കെ പോട്ടെ. പിന്നെ നീ എന്നെ എപ്പോഴാ കല്യാണം കഴിക്കുക? ഞാൻ നിന്നെ നാളെ തന്നെ കിട്ടിയേക്കാം. പക്ഷെ എന്താ, നമ്മുടെ വീട്ടുകാരെ സമ്മതിക്കുവോ? നമ്മുടെ രണ്ടുപേരുടെ മതങ്ങൾ വേറെയല്ലേ. ഒളിച്ചോടി പോയാലോ? ഇത്രയും തിരക്കായോ കല്യാണം കഴിക്കാൻ? നമ്മൾ ഫസ്റ്റ് നൈറ്റ് ഒന്ന് ശരിക്കും എൻജോയ് ചെയ്യട്ടെ. മുഷ്താഖും സ്നേഹയും പരസ്പരം ഏറെ സ്നേഹിച്ചിരുന്നവരാണ്. എന്നാൽ അവർ വ്യത്യസ്ത മതങ്ങളായതുകൊണ്ട് ഒരുമിച്ചുള്ളൊരു ജീവിതം അവർക്ക് സാധ്യമാകുമെന്ന പ്രതീക്ഷ വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും അതുകൊണ്ട് അവരുടെ സ്നേഹത്തിൽ ഒരു കുറവും ഉണ്ടായില്ല. മുഷ്താഖ് അല്പം ദേഷ്യ സ്വഭാവമുള്ള ഒരാളായിരുന്നു. എന്നാൽ നമ്മൾ കണ്ടതുപോലെ നേഹയെ ആരോ കത്തികൊണ്ട് ആക്രമിച്ചിരുന്നു.
ഒടുവിൽ എന്താണ് സംഭവിച്ചത്? നേഹ ജീവനോടെ ഉണ്ടായിരുന്നു. അവൾക്കൊന്നും സംഭവിച്ചിരുന്നില്ല. ഒരു പോറല് പോലും പറ്റിയിരുന്നില്ല. അപ്പോൾ കണ്ടെത്തിയ ആ മൃതദേഹം അതാരുടേതായിരുന്നു? അതിന് നേഹയുടെയും മുഷ്താഖിന്റെയും കഥയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അത് തികച്ചും വേറൊരു കഥയുടെ ഭാഗമായിരുന്നു? പോലീസിന്റെ അന്വേഷണത്തിലൂടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനുശേഷം സർ, ഞങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ സർ. ജയ് ഹിന്ദ് സർ. ജയൻ, ബോഡിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇതാണ് PM റിപ്പോർട്ട്. ഇയാളുടെ ബോഡിയോ? ഈ ചെക്കൻ്റെ പേര് ശുബോധ് കുമാർ എന്നായിരുന്നു. കുറച്ച് ദിവസം മുമ്പായിരുന്നു ഈ നഗരത്തിലേക്ക് വന്നത്. അവനെപ്പറ്റി ഞാൻ കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും കാര്യമായിട്ട് തടഞ്ഞില്ല. ഇയാൾ എവിടുന്ന് വന്നതാ? തിരുപ്പൂരിന്ന് മറ്റോ അവൻ്റെ സ്ഥലപ്പേര്. കുറച്ച് ദിവസം മുമ്പാണ് ഇങ്ങോട്ട് ഷിഫ്റ്റായേ. സാറേ, ഷിഫ്റ്റായ കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. അവന്റെ കോൾ ഡീറ്റെയിൽസും ലൊക്കേഷനും? സാറേ, അവൻ്റെ നമ്പർ പുതിയതായിരുന്നു. അതിവിടെ വന്നേ പിന്നെ എടുത്ത നമ്പറാ. അതുകൊണ്ട് അവൻ്റെ നമ്പറിലേക്ക് അധികം കോളുകളും വന്നിട്ടില്ല. പക്ഷേ സാറേ, അവൻ്റെ മരണം നടന്ന അന്ന് ആ ദിവസം ഒരു നമ്പറിൽ നിന്ന് അവൻ്റെ നമ്പറിലേക്ക് ഫോൺ വന്നായിരുന്നു. ഏത് നമ്പറിൽ നിന്നാ ഫോൺ വന്ന്? ഏതോ കിഷോർ ദുബെ എന്നായിരുന്നു പേര് കണ്ടേ. കിഷോർ ദുബെ. അവനെ പിടിച്ചോണ്ട് പോവാ. അവൻ്റെ അടുത്തുനിന്ന് വല്ല തെളിവുകൾ കിട്ടും. അല്ലെങ്കിൽ അവനാണ് കൊന്നെങ്കിൽ. ചിലപ്പോഴൊക്കെ വെള്ളം അടിച്ച് ലെക്ക് കിടുമ്പോൾ ആൾക്കാരിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സാറേ, ഞാൻ ഒരു പ്രാവശ്യം കിഷോറിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവൻ ആരുടെ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു, വീട്ടിലില്ലായിരുന്നു. കല്യാണത്തിന് പോയതാണോ രക്ഷപ്പെട്ടതാണോ? എപ്പോ തൊട്ടാ കാണാത്ത? സാറേ, അത് മർഡറിന് കുറച്ച് ദിവസം മുമ്പായിട്ട്. കല്യാണത്തിന് പോയല്ലേ? അതും മർഡറിന്റെ സമയത്ത്. ഇതിലെന്തോ ഒരു പ്ലാനിങ് ഒളിഞ്ഞു കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് സുബോധിനെ കിഷോറാ കൊന്നെന്നാ. സാറേ, ഞാൻ കിഷോറിന്റെ വീടിന്റെ പുറത്ത് ഓൾറെഡി ഒരു ടീമിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറേ, അവൻ കല്യാണത്തിന് പോയ സ്ഥലത്ത് അവിടുത്തെ സ്റ്റേഷനിൽ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. സാറേ, അവൻ പെട്ടെന്ന് നമ്മുടെ പിടിയിലാവാൻ സാധ്യതയുണ്ട്. ഗുഡ്. കിഷോർ, എത്ര നാളെ രക്ഷപ്പെടും? എത്ര നാളെ രക്ഷപ്പെടുന്നു? നടക്ക്, നടക്കണ. മതി. എന്നാ പറ, സുബോധിനെ എന്തിനാ കൊന്നേ? പറയാൻ. ആരാ സുബോധ് സാർ? അത് ശരി. അപ്പൊ നിനക്ക് ശുബോധനെ അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെപ്പോലും അറിയില്ലെന്ന് പറയല്ലോ നീ. സാർ, എനിക്ക് തോന്നുന്നു ഇവന്റെ തലയ്ക്ക് എന്തോ കാര്യമായിട്ട് പരിക്കേറ്റെന്നാ. അതുകൊണ്ട് ഇവന് ലേശം മറവി കൂടുതലാ. പോലീസിനോട് തന്നെ അവന്റെ വിളച്ചിലെടുപ്പ് കണ്ടോ? ഇവനൊക്കെ 2-3 കിട്ടുമ്പോഴേ സത്യം താനെ പറഞ്ഞോളൂ. സാർ, ഞാൻ സത്യം പറയാം. എനിക്കറിയില്ല. ഞാൻ സുബോധിനെ ഒന്നും ചെയ്തിട്ടില്ല. പറയുന്ന സത്യ സാർ. സാറേ, ഇവന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ. അടി കിട്ടാതെ തന്നെ. ഇപ്പൊ ഇവന് ശുബോധനെ നന്നായി അറിയാം. ഇനി പതുക്കെ പതുക്കെ ഇവൻ എല്ലാ കാര്യങ്ങളും പറയും. എന്താ കിഷോർ? സർ, സർ, ഞാൻ പറയുന്നത് സത്യ. സുബോധിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പറയുന്നത് മനസ്സിലാക്ക് സർ. അപ്പൊ പിന്നെ ശുബോധിന്റെ ഫോണിലേക്ക് അവസാനത്തെ കോള് വന്നത് നിന്റെ നമ്പറിൽ നിന്ന് എങ്ങനെയാവും? അത് പിന്നെ ഞാൻ ഫോൺ ചെയ്തത് വെള്ളം അടിക്കാൻ വേണ്ടി വരാൻ പറയാനാ. ആഹാ, നീ അറിയാത്ത ആൾക്കാരോട് ഇന്ന് വെള്ളം അടിക്കല്ലേ? ഇല്ല സർ, എനിക്കവനെ അറിയാം. പക്ഷേ എനിക്ക് അത്രത്തോളം ഒന്നും അറിയില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെ അറിയാം? അത് പിന്നെ കിഷോർ കുറെ നാളായി പോലീസിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹം എന്ന കാര്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് മാറി നിന്നതുമായിരുന്നു. ഒടുവിൽ പോലീസ് വലവിരിച്ച് കിഷോറിനെ എങ്ങനെയോ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ താൻ ചെയ്ത കുറ്റം സമ്മതിക്കാൻ അവൻ ഒട്ടും തയ്യാറായില്ല. കിഷോറിനെ പോലെയുള്ള കടുത്ത കുറ്റവാളികൾ സാധാരണയായി പോലീസിന്റെ മുന്നിൽ എളുപ്പത്തിൽ സത്യം തുറന്നു പറയാറില്ല. പക്ഷേ കിഷോറിന് സുബോധിനോട് എന്തായിരുന്നു വൈരാഗ്യം? കിഷോറിന്റെ വാദം സുബോധിനെ തനിക്ക് അത്ര നന്നായി അറിയില്ല എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ സുബോധിനെ എന്തിനു കൊലപ്പെടുത്തി? അതോ കിഷോർ നിരപരാധിയായിരുന്നോ? ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമോ? പോലീസ് ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടയിൽ കിഷോറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ഒരു കഠാരയും പോലീസ് കണ്ടെടുത്തു. ഇത് ഫാക്സ് ചെയ്തേക്ക്. യെസ് സർ. സർ, സാറ് കിഷോറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ആ കത്തി അത് മർഡർ വെപ്പൺ അല്ല സർ. നിങ്ങൾ എന്താ പറയുന്നത്? അതെ സർ, കിഷോറിന് ബെയില് കിട്ടുകയും ചെയ്തു. സാറേ,
അവനെ അഗൻസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ തെളിവുകളും ഇല്ലായിരുന്നല്ലോ റിമാൻഡിൽ വെക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സർ, ഞാൻ ചില വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായാലോ? എന്താ അത്? സാറേ, ഇപ്പൊ ശുഭോധ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിം അത് പുതിയതായിരുന്നു. അവന്റെ ആഡ് ഓൺ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. അതായത് ആ നമ്പറിലേക്ക് പലപ്പോഴും കോൾസ് വരാറുണ്ടായിരുന്നു, പോകാറുണ്ടായിരുന്നു. എന്നിട്ട് ആ നമ്പറിൽ നിന്നാണ് കിഷോറിന് കോൾ പോയിക്കൊണ്ടിരുന്നത്. അതേതോ നേഹ എന്ന് പേരുള്ള പെൺകുട്ടിയുടെ നമ്പറാ. നേഹ? നമുക്ക് നേഹയെ പിടിച്ച് ചോദ്യം ചെയ്യാം. അവർക്ക് എന്തെങ്കിലും അറിയാമെങ്കിലോ? വരൂ. നിന്നെ കൊണ്ട് ഒരു രക്ഷയില്ല. നിന്നെ ഞാൻ എപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴും ലോകത്ത് എന്ത് വലിയ ടെൻഷൻ ഉണ്ടായാലും അത് ഞാൻ മറക്കും. അത് ശരി. അപ്പൊ ഇതിനു വേണ്ടിയാണ് എന്നെ കാണാൻ വരുന്നത്? ഏയ് അല്ലടി ചക്കരെ, നീ എന്റെ മുത്തല്ലേ. ഈ സമയത്ത് ആരാ വന്നിരിക്കുക? ആരടാ ഈ കട്ടുറുമ്പ്? നിക്ക് നോക്കട്ടെ. വേണ്ട, നീ ഇരിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കിഷോർ, നീയോ? മുസ്തഖ് എവിടെയുള്ള? അവനകത്തുണ്ടല്ലോ. മുസ്തഖേട്ടാ, കിഷോർ, നീ ഇവിടെ? വേഗം ഇവിടുന്ന് രക്ഷപ്പെട്. അതിനിപ്പോ എന്താ ഉണ്ടായേ? ആ സുബോധിന്റെ മർഡർ കാരണം. സുബോധിന്റെ മർഡറോ? ആ സുബോധിന്റെ മർഡർ കാരണം പോലീസ് ഇപ്പൊ എന്റെ പിറകെ ഉള്ള. കുറച്ചു നാളത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ തണുത്തതിന് ശേഷം വന്നാ മതി. പക്ഷേ സുബോധ്. അതൊക്കെ വിട്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വാ. എവിടേക്കാടാ രക്ഷപ്പെടുന്നത്? മൂന്നെണ്ണത്തിനെയും കൊണ്ടുപോ. ഓടാ, നടക്കാൻ. ഇങ്ങോട്ട്. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ കിഷോർ മുഷ്താഖിനെയും നേഹയും കാണാൻ പോയതെന്തിന്? നേഹയ്ക്കും മുഷ്താഖിനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ? നേഹയുടെ സംസാരം കേൾക്കുമ്പോൾ അവൾക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന് തോന്നുന്നു. എന്നാൽ മുഷ്താഖും കിഷോറും ചേർന്നാണോ ഈ കൊലപാതകം നടത്തിയത്? ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്തായിരുന്നു? മുഷ്താഖും കിഷോറും എന്തിനു വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്? സുബോധിന് നേഹയുമായി എന്ത് ബന്ധമായിരുന്നു? ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മനസ്സിലും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുഴുവൻ സത്യങ്ങളും പുറത്തു വന്നു. നിങ്ങൾ ആരാ പറയാൻ പോന്നേ? സുബോധിന്റെ ശരിക്കുള്ള കൊലയാളി ആരാന്നാ? എന്തിനാ അവനെ കൊന്നേ? പറയാൻ. സാർ, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? എനിക്കൊന്നും അറിയില്ല. അത് ശരി, ഒരു നിരപരാധിയുടെ ജീവൻ എടുത്തിട്ട് പറയാ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടുന്നു. ശുബോധിന്റെ കോളർ ലിസ്റ്റ് ചെയ്യുന്നത് എല്ലാരെക്കാളും കൂടുതൽ നിന്റെ നമ്പറിൽ നിന്നായിരുന്നു കോള് പോയത്. പറ, അവൻ നിരപരാധി ആയിരുന്നില്ല, അവൻ ബലാത്സംഗം ചെയ്തവരാ. എന്ത് ബലാത്സംഗം ചെയ്തെന്നോ? എന്താ കളിപ്പിക്ക? ആരെ അവൻ ബലാത്സംഗം ചെയ്തേ? സർ, എന്നെ. പക്ഷെ സത്യമായിട്ടും എനിക്ക് സുബോധിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാനാ കൊന്നത് അവനെ. എന്താ പറ്റിയെന്നുള്ളത് വേഗം പറഞ്ഞോ. സർ, സുബോധ് എന്റെ എക്സ് ബോയ്ഫ്രണ്ട് ആയിരുന്നു. ഒരു കാലത്ത് ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഗ്രാമത്തിൽ നിന്ന് ഈ നഗരത്തിലേക്ക് വന്നു. പക്ഷെ അവനും എന്നെ പിന്തുടർന്ന് ഇങ്ങോട്ട് തന്നെ വന്നു.
മറ്റു കണ്ണി കണ്ട പുരുഷന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ വേണ്ടിയാ എന്നെ നീ വിട്ടിട്ട് പോയതല്ലേ? നോക്ക് കിഷോർ, ഞാൻ നിന്നെ ഇപ്പൊ സ്നേഹിക്കുന്നില്ല. ഞാൻ വേറൊരാളെയാണ് സ്നേഹിക്കുന്നത്. അത് ശരി. പ്ലീസ് ദയവേത് എന്നെ ഉപദ്രവിക്കരുത്. അപ്പൊ നിനക്ക് അങ്ങനെ ചുറ്റിക്കളിച്ച് നടക്കാമല്ലോ. എന്നിട്ട് ഞാൻ നിന്നെ കുറിച്ച് ഓർത്ത് കരയുക. ഇന്ന് നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാൻ പോവാ. ഒരു കാലത്ത് നീ അത് മറക്കില്ല. സുബോധ്, വിട്. എന്തായി കാണിക്കുന്നത് സുബോധ്? വിട്. നേഹ ഇക്കാര്യം എന്നോടും മുസ്താഖേട്ടനോടും പറഞ്ഞു. അപ്പോ ഞങ്ങൾ അവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങള് വെള്ളം അടിക്കാൻ വേണ്ടി അവനെ അങ്ങോട്ട് ക്ഷണിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവന് ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, വീണ്ടും കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാൻ. പക്ഷെ അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കിഷോറിനെയും ശുബോധിനെയും അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതായിട്ട് കണ്ടു. എന്നിട്ട് ഞാൻ ശുബോധിന്റെ പുറകെ പോയി. ഇന്ന് ഇച്ചിരി കൂടി പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഞാൻ വീട്ടിലേക്കരെ പോവും. ഓട്ടോയും കിട്ടുന്നില്ല, കൂട്ടുകാരും ഇല്ല കൂടെ. സുബോധ് നേഹയെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ പോലീസിന്റെ അടുത്ത് വരാത്ത? ഞങ്ങൾ അവന് ശിക്ഷ മേടിച്ചു കൊടുക്കുമായിരുന്നല്ലോ. നിങ്ങളെന്തിനാ നിയമം കയ്യിലെടുത്ത്? ഇനി ബാക്കിയുള്ള ജീവിതം ജയിലിൽ കിടക്ക്. സുബോധ് നേഹയെ സ്നേഹിച്ചിരുന്നു. അവരുടെ ബന്ധം അവസാനിച്ചതിന് ശേഷവും സുബോധ് നേഹയെ ഉപദ്രവിക്കുന്നത് നിർത്തിയില്ല. അതൊരു തെറ്റായ കാര്യമാണ്. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ബന്ധം ആരംഭിക്കുകയും പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുകയും ചെയ്താൽ അതിന്റെ പേരിൽ ഒരിക്കലും മനസ്സിൽ വിദ്വേഷം വളർത്തരുത്. യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. നാം സ്വതന്ത്ര രാജ്യത്തിലെ പൗരന്മാരാണ്. ഇവിടെ ഓരോ വ്യക്തിക്കും സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ സുബോധിന് അത് സഹിക്കാനായില്ല. അവൻ നേഹയെ ലൈംഗികമായി പീഡിപ്പിച്ചു. അതിനുശേഷം മതിയായ കോപത്തിൽ വന്ന മുഷ്താഖ് സുബോധിനെ കൊലപ്പെടുത്തി. ഈ കഥയിൽ ഒരു കുറ്റകൃത്യം മറ്റൊരു കുറ്റകൃത്യത്തിന് വഴിയൊരുക്കി. ഒടുവിൽ 4 ജീവിതങ്ങളാണ് തകർന്നത്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.